أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്നും ഞാൻ സൈനിക ദൗത്യങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതായിരിക്കും. എൻ്റെ പക്കലുള്ള വിവരങ്ങളിൽ നിന്ന് മക്ക വിജയത്തിന് മുമ്പുള്ള ഈ സരിയകളെക്കുറിച്ച് പരാമർശമുണ്ട്. സംക്ഷിപ്തമായ ഒരു വിവരണമായിരിക്കും അത്. അതിനുശേഷം ഞാൻ മറ്റൊരു വിഷയം വിവരിക്കുന്നതായിരിക്കും. അബൂ ഖത്താദയുടെ സരിയയെക്കുറിച്ച് പരാമർശം ലഭിക്കുന്നുണ്ട്. അബൂ ഖത്താദ അൻസാരിയുടെ നേതൃത്വത്തിൽ ഹിജ്റ ഭാഗത്തേക്ക് പോയ സൈനിക ദൗത്യമാണത്. ഇത് ഹിജ്റ 8-ാം വർഷം ഷാബാനിലായിരുന്നു. ഈ സരിയയുടെ നേതാവ് അബൂ ഖത്താദയായിരുന്നു. ഖസ്റ മദീനയുടെ വടക്ക് കിഴക്കായി ബനു മുഹാരിബിൻ്റെ ഭൂപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇത് നജ്ദിൻ്റെ ഭാഗമായ തിഹാമയുടെ പ്രദേശമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇവിടെ ബനു ഗത്ഫാനിലെ ഒരു ശാഖ നിവസിച്ചിരുന്നു. ഇസ്ലാമിനോട് നിരന്തരം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ബനു ഗത്ഫാൻ ഗോത്രം മുസ്ലിങ്ങൾക്ക് ദോഷം വരുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിയിരുന്നില്ല. നജ്ദിലെ ഖസ്റ പ്രദേശത്ത് താമസിച്ചിരുന്ന ബനു ഗത്ഫാൻ മദീന രാഷ്ട്രത്തിനെതിരെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അബി ഹസ്റജ് അസ്ലമിൽ നിന്ന് നിവേദനം: ഞാൻ ഹസ്രത്ത് സുറാഖ ബിൻ ഹാരിസയുടെ മകളെ വിവാഹം കഴിച്ചു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായിരുന്നു. എനിക്ക് ലോകത്തിൽ നിന്ന് ലഭിച്ച ഒരു വസ്തുവും അദ്ദേഹത്തിൻ്റെ പദവിയേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നില്ല. ഞാൻ അവളുടെ വിവാഹമൂല്യം 200 ദിർഹമായി നിശ്ചയിച്ചു. അവൾക്ക് നൽകാൻ എൻ്റെ പക്കൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ വിവാഹമൂല്യം അള്ളാഹും അവൻ്റെ റസൂലും നൽകും. ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അവിടത്തോട് സംസാരിച്ചു. അവിടുന്ന് ചോദിച്ചു, നിങ്ങൾ വിവാഹമൂല്യം നിശ്ചയിച്ചത് എത്രയാണ്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ 200 ദിർഹം. അവളുടെ വിവാഹമൂല്യം നൽകാൻ എന്നെ സഹായിച്ചാലും. അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ നിന്നെ സഹായിക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. പക്ഷേ അബൂ ഖത്താദയെ കുറച്ച് ആളുകളോടൊപ്പം ഒരു സരിയയിലേക്ക് അയക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ അതിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹു നിൻ്റെ ഭാര്യയുടെ വിവാഹമൂല്യം ഗനീമത്തായി നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു, ശരി. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങളാകെ 16 പേരുണ്ടായിരുന്നു. ഹസ്രത്ത് അബൂ ഖത്താദയായിരുന്നു ഞങ്ങളുടെ നേതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നജ്ദിൻ്റെ ഭാഗത്തേക്ക് ഗത്ഫാൻ ഗോത്രത്തിലേക്ക് അയച്ചു. അവിടുന്ന് പറഞ്ഞു, രാത്രിയിൽ സഞ്ചരിക്കുക, പകൽ ഒളിച്ചിരിക്കുക, പെട്ടെന്ന് ആക്രമിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത്. അങ്ങനെ ഞങ്ങൾ ഗത്ഫാൻ ഒരു ഭാഗത്തെത്തുന്നതുവരെ യാത്ര ചെയ്തു. ഇരുട്ട് വ്യാപിച്ചപ്പോൾ അബൂ ഖത്താദ ഞങ്ങൾക്കൊരു പ്രസംഗം നടത്തി. അള്ളാഹുവിനെ ഭയപ്പെടാൻ ഉപദേശിച്ചു. 2 പേർ അടങ്ങുന്ന ജോഡികളായി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഓരോരുത്തരും തൻ്റെ കൂട്ടാളിയെ വിട്ടുപോകരുത്. അവൻ ഷഹീദാവുകയോ അല്ലെങ്കിൽ എന്നെ അറിയിക്കുകയോ ചെയ്യുന്നതുവരെ ഒരുമിച്ചുണ്ടായിരിക്കണം.
ഞാൻ ചോദിക്കുമ്പോൾ മറ്റൊരാളെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്ന ഒരാളും എൻ്റെ അടുത്ത് വരരുത്. തീർച്ചയായും ഒരുമിച്ചുണ്ടായിരിക്കണം. ഞാൻ തക്ബീർ ചൊല്ലുമ്പോൾ നിങ്ങളും തക്ബീർ ചൊല്ലുക. ഞാൻ ആക്രമിക്കുമ്പോൾ നിങ്ങളും ആക്രമിക്കുക. പിന്തുടരുമ്പോൾ ദൂരെ പോകരുത്, അധികം പിന്തുടരരുത്. ശത്രു ഓടിപ്പോയാൽ അവരെ വിട്ടേക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ആളുകളെ വളഞ്ഞു. ഹസ്രത്ത് അബൂ ഖതാദ തൻ്റെ വാൾ ഉറയിൽ നിന്നൂരി തക്ബീർ ചൊല്ലി. ഞങ്ങളും ഞങ്ങളുടെ വാളുകൾ ഉറയിൽ നിന്നൂരി അദ്ദേഹത്തോടൊപ്പം തക്ബീർ ചൊല്ലി. അങ്ങനെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ആക്രമിച്ചു. പറയുന്നു, ഞാൻ പെട്ടെന്ന് ഒരാൾ നഗ്നമായ വാളുമായി പതുക്കെ നടക്കുന്നത് കണ്ടു. അയാൾ പറയുന്നുണ്ടായിരുന്നു, അല്ലയോ മുസ്ലിം, സ്വർഗത്തിലേക്ക് വരൂ. ഞാൻ അയാളെ പിന്തുടർന്നു. അയാൾ ഒരു കാഫിറായിരുന്നു. അയാൾ പരിഹാസരൂപേണ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് സ്വർഗമല്ല വേണ്ടത്, എന്നാൽ സ്വർഗത്തിലേക്ക് വന്നുകൊള്ളുക. അയാൾ സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിക്കുകയായിരുന്നു. അവൻ തിരിച്ചു വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവനെ പിന്തുടർന്നു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ദൂരെ പോകരുത്, തിരഞ്ഞു നടക്കുന്നത് നമ്മുടെ നേതാവ് നമ്മെ വിലക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ അയാളെ കണ്ടെത്തി. അവനെ നഗ്നമായ മുതുകിൽ അമ്പെയ്തു. അയാൾ വീണ്ടും പറഞ്ഞു, അല്ലയോ മുസ്ലിം, സ്വർഗത്തോട് അടുത്തിരിക്കുന്നു എന്ന് പരിഹാസരൂപേണയാണ് പറഞ്ഞത്. ഞാൻ വീണ്ടും അയാളിലേക്ക് അമ്പെയ്ത് അയാളുടെ കഥ കായ്ച്ചു. ഞാൻ അയാളുടെ വാളെടുത്തു. എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചു ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? അള്ളാഹുവാണ് സത്യം, ഞാൻ അബൂ ഖതാദയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം നിന്നെക്കുറിച്ച് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമീർ എന്നെക്കുറിച്ച് ചോദിച്ചോ? അദ്ദേഹം പറഞ്ഞു, അതെ. അദ്ദേഹം എന്നോടും നിന്നോടും ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ ഗനീമത്ത് സ്വത്തുക്കൾ ശേഖരിക്കുകയും അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹം എന്നെ അറിയിച്ചു. അങ്ങനെ ഞാൻ ഹസ്രത്ത് അബൂ ഖതാദയുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ശാസിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളെ കൊന്നിരിക്കുന്നു. അവൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ പറയുകയായിരുന്നു. പിന്നെ ഞങ്ങൾ മൃഗങ്ങളെ ഓടിച്ചു കൊണ്ടുപോയി സ്ത്രീകളെ തവിടിലാക്കി. തങ്ങളുടെ വാളുകൾ ഒട്ടകപ്പുറത്ത് ഇരിപ്പിടത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ എൻ്റെ ഒട്ടകത്തിൽ നിന്ന് തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ മാൻപേടയെപ്പോലെ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് നോക്കുന്നത്? അവൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഞാൻ ഒരാളെ കാണുന്നു. അയാൾ ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമായിരുന്നു. ഞാൻ കൊന്നത് അവനെയായിരിക്കാമെന്നും ഇരിപ്പിടത്തിൽ തൂങ്ങിക്കിടക്കുന്നത് അയാളുടെ വാളായിരിക്കാമെന്നും എൻ്റെ മനസ്സിൽ തോന്നി. അവൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഇത് അയാളുടെ വാളിൻ്റെ ഉറയാണ്. അയാളുടെ പക്കൽ വാളുറയുണ്ടായിരുന്നു. ഇതിലേക്ക് ഇട്ടു നോക്കൂ, നിങ്ങൾ സത്യവാനാണെങ്കിൽ. ഞാനിട്ടപ്പോൾ അത് കൃത്യമായി വന്നു. അപ്പോൾ ആ സ്ത്രീ കരയാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒട്ടകങ്ങളെയും ആടുകളെയും കൊണ്ടുപോയി. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ദൗത്യത്തിൽ സഹാബികൾ 15 രാത്രി പുറത്ത് താമസിച്ചു. 200 ഒട്ടകങ്ങളെയും 1000 ആടുകളെയും ധാരാളം തടവുകാരെയും കൊണ്ടുവന്നു. ഹുമുസ് 5-1 വേർതിരിച്ചെടുത്തു. ഓരോരുത്തർക്കും 12 ഒട്ടകങ്ങൾ വീതം ലഭിച്ചു. ഒരു ഒട്ടകത്തെ 10 ആടുകൾക്ക് തുല്യമായി കണക്കാക്കി. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് ഈ സിറിയയിൽ 200 ഒട്ടകങ്ങളും 2000 ആടുകളും ധാരാളം തടവുകാരും ഗനീമത്തായി ലഭിച്ചു. ഇനി വാദി ഇസം ഭാഗത്തേക്ക് ഹസ്രത്ത് അബൂ ഖതാദയുടെ നേതൃത്വത്തിലുള്ള സിറിയയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇത് ഹിജ്റ 8-ാം വർഷം റമദാനിൽ ക്രിസ്താബ്ദം 630 ജനുവരി ആയിരുന്നു. ഇസം മദീനയിൽ നിന്ന് ഏകദേശം 36 മൈൽ കിഴക്കായി നജ്ദ് പ്രദേശത്തിലൊരു താഴ്വരയാണ്. ഗത്ഫാനിലൊരു ശാഖയായ ബനു അഷ്ജയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഈ സരിയുടെ കാരണം ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിനായി മക്കയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടുന്ന് ഹസ്രത്ത് അബൂ ഖതാദയെ മദീനയുടെ കിഴക്ക് ഭാഗത്തുള്ള വാദി ഇസമിലേക്ക് അയച്ചു. മക്ക തെക്ക് ഭാഗത്താണ്. അവിടുന്ന് മക്കയിലേക്കല്ല അസ്മിലേക്കാണ് പോകുന്നത് എന്ന് ആളുകൾ ധരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ സിറിയയുടെ നേതാവ് ഹസ്രത്ത് അബ്ദുല്ല ബിൻ
അബി ഹസർ ആയിരുന്നു. ഹസ്രത്ത് അബൂ ഖതാദയോടൊപ്പം 8 സ്വഹാബികളുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഹസ്രത്ത് മുഹല്ലം ബിൻ ജുസാമ ലൈസി ആയിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ അബി ഹസർ വിവരിക്കുന്നു, ഞങ്ങൾ വാദി ഇസ്മിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ആമിർ ബിൻ അസ്ബദ് അഷ്ജയ് ഞങ്ങളുടെ അടുത്തുകൂടെ കടന്നുപോയി. അദ്ദേഹം ഇസ്ലാമിക രീതിയിൽ അവരെ അഭിവാദ്യം ചെയ്തു. ഈ വ്യക്തി കൈകാര്യം ചെയ്യാൻ മുസ്ലിങ്ങൾ മടിച്ചു. കാരണം അദ്ദേഹം ഇസ്ലാമിക രീതിയിൽ സലാം ചൊല്ലിയിരുന്നു. അതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർ പിന്മാറി. എന്നാൽ ഹസ്രത്ത് മുഹല്ലത്തിന് ഈ വ്യക്തിയുമായി മുമ്പൊരു വഴക്കുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ആമിർ ബിൻ അസ്ബത്തിനെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ സാധനങ്ങളും ഒട്ടകവും പിടിച്ചെടുത്തു. ഇതല്ലാതെ വേറൊരു സംഘവുമായി സഹാവാക്കൾക്ക് ഏറ്റുമുട്ടേണ്ടി വന്നില്ല. അവരെ മുശ്രിക്കുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് അയച്ചിരുന്നത്. അതിനാൽ സഹാബികൾ അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് യാത്രയായ വിവരം അവർ അറിഞ്ഞത്. അതിനാൽ അവരും അതേ ദിശയിലേക്ക് തിരിഞ്ഞു. ഒടുവിൽ വഴിയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തിയപ്പോൾ അവർ നടത്തിയ കൊലപാതകത്തിൻ്റെ മുഴുവൻ സംഭവവും അദ്ദേഹത്തെ അറിയിച്ചു. ചരിത്രഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ആയത്ത് ഇറങ്ങുകയുണ്ടായി. അതായത്, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായി അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. നിങ്ങളോട് സലാം പറഞ്ഞവനോട് നീ വിശ്വാസിയല്ല എന്ന് പറയരുത്. നിങ്ങൾ ഐഹിക ജീവിതത്തിലെ ധനം തേടുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ധാരാളം സമ്പാദ്യങ്ങളുണ്ട്. മുമ്പ് നിങ്ങളും അതുപോലെയായിരുന്നു. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകി. അതിനാൽ നന്നായി അന്വേഷിച്ച് ഉറപ്പുവരുത്തുക. നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായ അറിവുള്ളവനാണ്. അതായത്, സലാം പറയുന്നവരുമായി യാതൊരു വിധത്തിലും ഇടപെടരുത്, അവരോട് ദേഷ്യം കാണിക്കരുത്, അവരെ കൊല്ലരുത് അല്ലെങ്കിൽ ശിക്ഷിക്കരുത് എന്നതിലൂടെ വിലക്കിയിരിക്കുന്നു. ഞാൻ വിവരിച്ചതുപോലെ യുദ്ധം ഹിജ്റ 8-ാം വർഷത്തിലാണ് നടന്നത്. എന്നാൽ ഈ ആയത്ത് സൂറത്ത് നിസായിലേതാണ്. ഈ സംഭവം സീറത്ത് ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂറത്ത് നിസായിനെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം അത് ഹിജ്റ 3-നും 5-നും ഇടയിലാണ് അവതരിച്ചത് എന്നാണ്. ഈ സംഭവം അറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി അനിഷ്ടം പ്രകടിപ്പിച്ചിരിക്കാം. എന്തായാലും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അവരെ വിലക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് മക്കയുടെ വിജയത്തെ സംബന്ധിച്ച് വിവരണം പിന്നീട് തുടരുന്നതാണ്. ഇപ്പോൾ ഞാൻ ജമാഅത്തിലെ വന്യനും ഒരു മഹാപണ്ഡിതനും ഖിലാഫത്തിനോട് അനുരാഗബദ്ധനും ദീനിൻ്റെ അതുല്യ സേവകനുമായ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു. അതുപോലെ ഈ ദിവസങ്ങളിൽ തടവിൽ കഴിയവേ ആത്മാർത്ഥതയും ജമാഅത്തിന് അങ്ങേറ്റ അർപ്പണവും കാണിച്ചിരുന്ന മറ്റൊരു അഹമ്മദിയും വഫാത്തായി. ലഭ്യമായ തെളിവുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഷഹീദിൻ്റെ പദവിയാണുള്ളത്. എന്തായാലും ആദ്യ പരാമർശം സെയ്ദ് മീർ മുഹമ്മദ് അഹമ്മദ് സാബ് നാസിർ സാഹിബിനെ കുറിച്ചാണ്. അദ്ദേഹം അത് സയ്യിദ് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ 96-ാം വയസ്സിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഹസ്രത്ത് അമ്മ ജാൻ ഹസ്രത്ത് നുസ്രത്ത് ജഹാൻ ബീഗമിൻ്റെ സഹോദരപുത്രനും അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഹസ്രത്ത് മറിയം സിദ്ദീഖ സാഹിബയുടെയും ജാമാതാവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹസ്രത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബിൻ്റെ മകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സാലിയ ബീഗം എന്നായിരുന്നു. അദ്ദേഹം ഹസ്രത്ത് മീർ നാസിർ നവാബ് സാഹിബിൻ്റെ പൗത്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരും സാലിഹ എന്നായിരുന്നു. അവർ ഹസ്രത്ത് സൂഫി അഹമ്മദ് ജാൻ സാഹിബ് ലുധിയാനയുടെ മകൻ ഹസ്രത്ത് പീർ മൻസൂർ മുഹമ്മദ് സാഹിബിൻ്റെ മകളായിരുന്നു. സയ്യിദ് മഹ്മൂദ് അഹമ്മദ് സാഹിബ് പ്രാഥമിക വിദ്യാഭ്യാസം കാദ്യാനിൽ നിന്നാണ് നേടിയത്.
പിന്നീട് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി 1944 മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹസരത് സയ്യിദ് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബ് മരണപ്പെട്ട ദിവസം അദ്ദേഹം ജീവിതം വഖഫ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ അസീസം മുഹമ്മദ് അഹമ്മദും എനിക്കെഴുതി മാർച്ച് 17 അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ദിവസം താങ്കൾക്ക് പ്രധാനപ്പെട്ടതായത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്നാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത്. അത് മുസ്ലിം മോദുല്ലാത്താലാനുഹ ദിവസം മുഴുവൻ ഞങ്ങളുടെ വീട്ടിൽ ചെലവഴിച്ചു. അവിടെ വെച്ചാണ് നമസ്കാരങ്ങൾ പോലും നിർവഹിച്ചത്. അത് മുസ്ലിം മൗദ് അവിടെ ഒരു ചെറിയ പ്രസംഗം നടത്തി. അതിൽ മീർ സാഹിബിൻ്റെ മതപരമായ സേവനങ്ങളെയും അദ്ദേഹത്തിൻ്റെ വഖഫിനോടുള്ള അർപ്പണബോധത്തെയും വിജ്ഞാനത്തെയും കുറിച്ച് പരാമർശിച്ചു. മീർ സാഹിബ് ഇത് കേട്ട് മീർ മുഹമ്മദ് അഹമ്മദ് സാഹിബ് പറയുന്നു, ഞാൻ എഴുന്നേറ്റ് നിന്ന് അവിടെ വെച്ച് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയോട് പറഞ്ഞു, ഹുസൂർ, ഞാൻ എൻ്റെ ജീവിതം വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ഹസ്രത്ത് മുസ്ലിം മൗദ് തആല വളരെ വികാരാധീനനായി. അദ്ദേഹം അതിനെ വളരെയധികം പ്രശംസിച്ചു. അന്ന് സയ്യിദ് മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബിന് 14 വയസ്സായിരുന്നു. പിന്നീട് പ്രസ്തുത വഖഫിൻ്റെ പ്രതിജ്ഞ എത്ര മനോഹരമായി അദ്ദേഹം പാലിച്ചുവെന്നാൽ ഇതിന് സമാനമായത് അല്പം മാത്രമേ ലഭിക്കുകയുള്ളൂ. ജമാഅത്ത് സേവനങ്ങൾ ഇപ്രകാരമാണ്. 1954 മുതൽ 1957 വരെ അദ്ദേഹം ഇവിടെ ഇംഗ്ലണ്ടിലായിരുന്നു. അദ്ദേഹം ഒരു മിഷണറിയായി പ്രവർത്തിച്ചു. അതിൻ്റെ കൂടെ ഹസ്രത്ത് മുസ്ലിം മൗദിൻ്റെ നിർദ്ദേശപ്രകാരം സ്കൂൾ ഓഫ് ഓറിയൻ്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ വിദ്യാഭ്യാസം നേടി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയോടൊപ്പം ഒരുമിച്ചാണ് അദ്ദേഹം പഠിച്ചത്. കുറച്ചുകാലം ലണ്ടൻ മിഷൻ്റെ സെക്രട്ടറിയുടെ ചുമതലയും അദ്ദേഹം നിർവഹിച്ചു. 1957 മുതൽ 59 വരെ അദ്ദേഹം വക്കാലത്ത് ദീവാനിൽ റിസർവ് മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് 1960 ജാമിയയിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. 1978 വരെ അദ്ദേഹം ഈ ചുമതല നിർവഹിച്ചു. 1978 മുതൽ 1982 വരെ അദ്ദേഹം അമേരിക്കയിൽ മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. 1982 മുതൽ 86 വരെ സ്പെയിനിൽ സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. 1986 മുതൽ 89 വരെ വക്കീലു തസ്നീഫായി പ്രവർത്തിച്ചു. 1986 മുതൽ 2010 വരെ ജാമിയ അഹമ്മദിയ റബ്വയുടെ പ്രിൻസിപ്പളായി സേവനം ചെയ്തു. ഈ കാലയളവിൽ 1994 മുതൽ 2001 വരെ വക്കീലു താലിം കൂടിയായിരുന്നു. അതുപോലെ അദ്ദേഹം റിസർവ് സെല്ലിൻ്റെയും വാക്യ സെലിബ് വകുപ്പിൻ്റെയും ചുമതല നിർവഹിച്ചു. 2005 നൂർ ഫൗണ്ടേഷൻ സ്ഥാപിതമായപ്പോൾ അദ്ദേഹം അതിൻ്റെ പ്രസിഡൻ്റായി നിയമിക്കപ്പെട്ടു. അവസാനം വരെ അദ്ദേഹം ഈ സേവനത്തിൽ തുടർന്നു പോന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് തആലാനുഹു അദ്ദേഹത്തെ 1962 ജൂൺ 3 മജ്ലിസ് ഇഫ്തായുടെ മെമ്പറായി നിയമിച്ചു. 1972 നവംബർ വരെ അദ്ദേഹം അതിൽ അംഗമായിരുന്നു. പിന്നീട് 1989 ഡിസംബറിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തെ വീണ്ടും ഇഫ്തായുടെ മെമ്പറായി നിയമിച്ചു. പിന്നീട് ജീവിതകാലം മുഴുവൻ ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു. ഖുദാമുൽ അഹമ്മദിയയിലും വിവിധ നിലകളിൽ സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. മുഹത്തമിം, നാബ് സദർ എന്നീ നിലകളിൽ ആണ് അദ്ദേഹം സേവനം ചെയ്തത്. വൈജ്ഞാനിക മേഖലകളിലും മഹത്തായ സേവനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ വിശുദ്ധ ഖുർആൻ തർജ്ജമ തയ്യാറാക്കുന്നതിൽ അദ്ദേഹം വളരെയധികം സഹായിച്ചിരുന്നു. അത് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല പരാമർശിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റബ്വയിലെ സഹായികളെ കുറിച്ച് പറയുമ്പോൾ സൂഫി ബഷാറത്തുർ റഹ്മാൻ സാഹിബ്, മൗലാന അബ്ദുൽ മുനീർ നൂറുൽ ഹഖ് സാഹിബ്, സയ്യിദ് അബ്ദുൽ ഹയീൽ സാഹിബ്, മൗലാന ദോസ് മുഹമ്മദ് സാഹിബ്, ജമീലുർ റഹ്മാൻ റഫീഖ് സാഹിബ് തുടങ്ങിയവരുടെ സേവനങ്ങളെ അദ്ദേഹം പരാമർശിച്ചു. അവരോടൊപ്പം മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബും ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കൃപയാൽ ഈ ആളുകൾ തുടർച്ചയായി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും അവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. സിയാസത്തയുടെ പൂർണ്ണമായ ഉറുദു തർജ്ജമ പൂർത്തിയാക്കിയ ശേഷം മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൻ്റെ തർജ്ജമ പുരോഗമിക്കുകയായിരുന്നു. അതുപോലെ സഹീഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാനവും പുരോഗമിക്കുകയായിരുന്നു. ഷമായിൽ തിർമിദിയുടെ തർജ്ജമയും അദ്ദേഹം നിർവഹിച്ചു.
ബൈബിളിനെ സംബന്ധിച്ച് ഡസൻ കണക്കിന് ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതി. അവ വിവിധ പത്രങ്ങളിലും മാസികകളിലും പ്രസിദ്ധീകരിച്ചു. ബൈബിളിലെ ആവർത്തനം എന്ന ഭാഗത്തിനും 3 സുവിശേഷങ്ങൾക്കും വ്യാഖ്യാനം അദ്ദേഹം എഴുതി. അതുപോലെ കഫന മസീഹ്, മർഹമ ഈസ, അതിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഹിജ്റ എന്നിവയെക്കുറിച്ച് ഉയർന്ന നിലവാരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും പ്രസിദ്ധീകരിക്കപ്പെടാത്തതുമായ പുസ്തകങ്ങളും രേഖകളും ഇവയാണ്: സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന ഖുൽഖുൽ ഖുർആൻ. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഹമാരെ പ്യാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കി പ്യാരി ബാത്തെ എന്ന ഗ്രന്ഥമാണൊന്ന്. അതുപോലെ 365 ദിൻ എന്നൊരു ചെറിയ പുസ്തകമുണ്ട്. നമസ്കാരത്തിന് ശേഷമുള്ള ദിവസേനയുള്ള ദർശനായി സമാഹരിച്ചതാണ്. പിന്നെ പലസ്തീൻ സെ കശ്മീർ തക് എന്ന പുസ്തകം, അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ രചനകളുടെ വെളിച്ചത്തിൽ സീറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. അതിപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ സഹീഹ് ബുഖാരിയിൽ നിന്ന് ചില തലക്കെട്ടുകൾ തിരഞ്ഞെടുത്തു. അവ തർബീയത്ത് സംബന്ധമായ തലക്കെട്ടുകളാണ്. അതുപോലെ ഒരു തവണ മുൻ പോപ്പ് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെയും അദ്ദേഹം ഖണ്ഡിച്ചു. സ്പെയിനിലെ മസ്ജിദ് ബഷാറത്തിൻ്റെ ശിലാസ്ഥാപന വേളയിൽ അതിൽ ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ തറക്കല്ല് പിടിച്ചത് മുക്കറം മീർ സാഹിബായിരുന്നു. അതുപോലെ സ്പെയിനിലെ മസ്ജിദ് ബഷാറത്തിൻ്റെ ഉദ്ഘാടന വേളയിലും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. അതിൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അത് പരാമർശിച്ചിട്ടുണ്ട്. 1955 ജൽസ സാലാനയുടെ ഉദ്ഘാടന വേളയിൽ അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു 8 നിക്കാഹുകൾ വിളംബരം ചെയ്തു. അതിൽ മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബിൻ്റെ നിക്കാഹും ഉണ്ടായിരുന്നു. അത് അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി അദ്ദേഹത്തിൻ്റെ മകൾ അമത്തുൽ മത്തീൻ സാഹിബയുമായാണ് നടത്തിയത്. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു, സാധാരണ രീതിയിൽ നിക്കാഹുകൾ ഡിസംബർ 29 നടക്കാറ്. എന്നാൽ ഈ നിക്കാഹുകളിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, എൻ്റെ സ്വന്തം മകൾ അമത്തുൽ മത്തീനിൻ്റെ നിക്കാഹാണ്. അത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റെ മകൻ സയ്യിദ് മീർ മഹ്മൂദ് അഹമ്മദുമായി നിശ്ചയിച്ചിരിക്കുന്നു. പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ചു. മുഹമ്മദ് അഹമ്മദ് ഇപ്പോൾ ലണ്ടനിൽ BA പഠിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം മെയ് മാസത്തിൽ അദ്ദേഹം മടങ്ങി വന്നേക്കാം. അദ്ദേഹം 3 മക്കളെയും പരാമർശിച്ചു. മഹ്മൂദ് അഹമ്മദിനെ, എൻ്റെ ജാമാതാവിനെ, പിന്നെ ഖലീഫ സാനി മീർ മഹ്മൂദ് അഹമ്മദിനെ കുറിച്ച് പറഞ്ഞു. ദാവൂദ് അഹമ്മദിനെ, എൻ്റെ മരുമകനെ സയ്യിദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബിനെ കുറിച്ച് പരാമർശിച്ചു. താഹിർ അഹമ്മദിനെ, ഉമ്മ താഹിർ മർഹൂമയുടെ മകനെ, അത് ഖലീഫത്തുൽ മസീഹ് റാബിനെ കുറിച്ചാണ് പരാമർശിച്ചത്. ഞാൻ ഈ 3 പേരെയും അവിടെ വിട്ടുവന്നിരിക്കുന്നു. അവർ വിദ്യാഭ്യാസം നേടാനും ഭാവിയിൽ സിൽസിലയ്ക്ക് സേവനം ചെയ്യാനും വേണ്ടിയാണത്. ഇംഗ്ലീഷിൽ പ്രാവീണ്യം കരസ്ഥമാക്കുന്ന കാര്യത്തിൽ ഊന്നൽ നൽകുകയാണ് വേണ്ടത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നന്നായി നേടിയാൽ ഈ 3 പേരും മൗലവി ഫാസിലുകളും അറബി വിദ്യാഭ്യാസം വളരെ ഉയർന്ന നിലവാരമുള്ളവരുമായതിനാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉയർന്ന നിലവാരമുള്ളതാണെങ്കിൽ ഖുർആൻ ഷരീഫിൻ്റെയും അല്ലെങ്കിൽ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പുസ്തകങ്ങളുടെയും ഇംഗ്ലീഷ് തർജ്ജമ ചെയ്തുകൊണ്ട് സിൽസിലയുടെ പ്രചാരണത്തിന് അവർക്ക് സഹായികളാകാൻ കഴിയുന്നതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, റിവ്യൂ ഓഫ് റിലിജൻസിന് ഒരു നല്ല യോഗ്യതയുള്ള എഡിറ്റർ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ മക്കളെ അവിടെ വിട്ടു വന്നത്. ഈ രോഗത്തിലും ബലഹീനതയിലും 3 ആൺമക്കളെ പഠിപ്പിക്കുന്നതിന് ചെലവ്, അത് 2 മരുമക്കൾ, 1 മകൻ എന്നിവ താങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ജമാഅത്തിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മുസ്ലിം മോദലത്തലാഹുവിന് എല്ലായ്പ്പോഴും ജമാഅത്തിന് വേണ്ടി എല്ലാ ത്യാഗവും ചെയ്യണമെന്ന ചിന്തയായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം എല്ലാത്തരം ത്യാഗങ്ങളും ചെയ്തു. തൻ്റെ ധനം, സമയം, മക്കൾ എന്നിവയെല്ലാം ത്യജിച്ചു. 1982 അതിൽ ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ്റെ നിക്കാഹ് നടത്തി. അതിൽ സയ്യിദ് മീർ മുഹമ്മദ് അഹമ്മദ് സാഹിബിനെ കുറിച്ചും അതിൽ മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റെ സന്താനങ്ങളെക്കുറിച്ചും അവരുടെ സന്താനങ്ങളെക്കുറിച്ചുമുള്ള പരാമർശത്തിൽ അവിടുന്ന് സൂചിപ്പിച്ചു. അവിടുന്ന് ഇപ്രകാരം അരുളി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. അതായത് അതിർ മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റെ പ്രാർത്ഥന കേട്ടു. തന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കണ്ടിട്ട്
അതായത് അത് മീർ മുഹമ്മദ് ഇസ്ഹാഖ് സാഹിബിൻ്റെ സ്നേഹം കണ്ടിട്ട് അള്ളാഹു അവരുടെ 3 മക്കൾക്കും വഖഫ് ചെയ്യാൻ തൗഫീഖ് നൽകി. 3 പേരുടെയും സ്വഭാവം പരസ്പരം വ്യത്യസ്തമാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തനായിരിക്കുന്നത് പോലെ. എന്നാൽ ഞാൻ ഈ വിഷയത്തിൽ ആഴത്തിൽ ചിന്തിച്ചപ്പോൾ, അതിൽ ഖലീഫ സാലിസ് പറയുന്നു, ഞാൻ ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഈ 3 പേരിലും ഒരേ ഒരു കാര്യം ഞാൻ കണ്ടെത്തി. അതായത് എന്താണോ അള്ളാഹു നൽകിയത്, എത്രയാണോ നൽകിയത്, അതിൽ മനുഷ്യൻ സംതൃപ്തനായിരിക്കുക മാത്രമല്ല സന്തോഷവാനുമായിരിക്കണം എന്നതാണത്. വെറും തൃപ്തനായിരിക്കുക മാത്രമല്ല, സന്തോഷത്തോടെ തൃപ്തനായിരിക്കണം. അവിടുന്ന് അരുളി, സെയ്ദ് മീർ ദാവൂദ് അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ ഗുണം അദ്ദേഹത്തിൽ കാണപ്പെട്ടിരുന്നു. മീർ മസൂദ് സാഹിബ് ഇപ്പോൾ കുറച്ചു കാലമായി ഡെൻമാർക്കിൽ തബ്ലീഗ് പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള വ്യക്തിയാണ്. എന്നാൽ ഈ ഗുണം അദ്ദേഹത്തിലും കാണാം. അവരുടെ ഇളയ സഹോദരൻ മീർ മഹ്മൂദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിക്കാഹ് ഞാൻ വിളംബരം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള വഖഫ് സിന്ദഗിയാണ്. എന്നാൽ ഈ ഗുണം അവരെല്ലാവരിലും പൊതുവായി കാണാവുന്നതാണ്. സന്തോഷത്തോടെ ജീവിക്കുക, ജമാഅത്ത് എന്താണോ നൽകുന്നത് അത് സ്വീകരിക്കുക, യാതൊരു വിധത്തിലുള്ള ആവശ്യങ്ങളും ഉന്നയിക്കാതിരിക്കുക എന്നത്. അവിടുന്ന് പറയുന്നു, അവരുടെ പിതാവിൻ്റെ ഈ പൈതൃകം അവരുടെ തലമുറകളിലാകെ വ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു താല ഹസരത്ത് മാമൂദ് ജാൻ അല്ലാഹു താല അനുവിൻ്റെ സന്താനങ്ങളിൽ, അതായത് മീർ ഇസ്ഹാഖ് സാഹിബിൻ്റെ സന്താനങ്ങളിൽ വലിയ അനുഗ്രഹം ചൊരിഞ്ഞു. അതിനാൽ ജമാഅത്തിന് ഇതൊരു മാതൃകയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അവസ്ഥകളിലും ചിരിക്കുന്നതും പ്രസന്ന മുഖങ്ങളുള്ളവരുമായ ആളുകൾ ജമാഅത്തിന് മുന്നിൽ വന്നു. അവരെല്ലായ്പ്പോഴും അള്ളാഹു താലായുടെ നന്ദിയുള്ള ദാസന്മാരായി അവൻ്റെ സ്തുതി ആലപിച്ചുകൊണ്ട് അവരുടെ ജീവിതം നയിക്കുന്നവരാണ്. പിന്നീട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അവരുടെ അടുത്ത തലമുറയും ഈ ഗുണങ്ങൾ കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. അദ്ദേഹത്തിന് കവിതയോടും കാവ്യരചനയോടും താല്പര്യമുണ്ടായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ കവിതകളും കലാം എം മഹ്മൂദിൻ്റെ കവിതകളും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. കൂടാതെ അദ്ദേഹം സ്വന്തമായും ചില കവിതകൾ രചിച്ചിരുന്നു. ഒരിക്കൽ ജാമ്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ ഇതുവരെ വന്നിട്ടില്ലാത്ത, മിഷണറിമാരാകാൻ ആഗ്രഹിക്കുന്നവരുമായ മിഷണറിമാർക്ക് അദ്ദേഹം ഒരു ഉപദേശം നൽകുകയും ഒരു കർമ്മ പദ്ധതി നിർദ്ദേശിക്കുകയും ചെയ്തു. വളരെ നല്ലൊരു കർമ്മ പദ്ധതിയാണ്. ജാമ്യയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും വന്നവരുമായ എല്ലാ മിഷണറിമാരും മുന്നിൽ വെക്കേണ്ട ഒന്നാണത്. അതിൽ ആദ്യമായി എഴുതിയിരിക്കുന്നത്, പാകിസ്ഥാനിലെ സമയം അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വുളു ചെയ്ത് തഹജ്ജുദ് നമസ്കരിക്കുക എന്നതാണ്. എല്ലാ ദിവസവും 5 നേരത്തെ നമസ്കാരവും ജമാഅത്തായി പള്ളിയിൽ പോയി നിർവഹിക്കുക. റോബയിൽ താമസിക്കുന്നവരോട് കുറഞ്ഞത് ഒരു നമസ്കാരമെങ്കിലും മസ്ജിദ് മുബാറക്കിൽ നിർവഹിക്കാൻ അദ്ദേഹം ഉപദേശിച്ചു. പിന്നീട് എല്ലാ ദിവസവും അള്ളാഹു താലയുടെ തൃപ്തിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിനും, അത് മസീഹ് സ്വലാത്തു വസ്സലാമിനുള്ള സ്നേഹത്തിനും ഖിലാഫത്തിനുള്ള സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. 5-മതായി തസ്ബീഹ്, ദുറൂദ് ഷരീഫ്, ഇസ്തിഗ്ഫാർ എന്നിവ സ്വന്തം ശീലമാക്കുക. 6-മതായി ഹസ്രത്ത് സാഹിബിനോ മസീഹ് സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ അന്നത്തെ ഖലീഫയ്ക്കോ സ്നേഹവും മാതൃവും നിറഞ്ഞ വികാരങ്ങളുടെ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തുകൾ എഴുതുക. 7-മതായി നിങ്ങളുടെ ഇപ്പോഴത്തെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക. 8-മതായി നിങ്ങളുടെ മാതാപിതാക്കളെ സേവിക്കുക. അവർ ദൂരത്താണെങ്കിൽ അവരെ പ്രാർത്ഥനകളിൽ ഓർക്കുക. 9-മതായി ഖുർആൻ ഷരീഫിൻ്റെ പ്രധാനപത അർത്ഥവും തർജ്ജമയും ഭാവാർത്ഥവും പഠിക്കാൻ ശ്രമിക്കുക. 10-മതായി റുഹാനെ ഖസാൻ കുറഞ്ഞത് 3 തവണയെങ്കിലും വായിക്കുക. 11-മത്തത് എല്ലാ ദിവസവും അൽ ഫസലും ഒരു സാധാരണ പത്രവും വായിക്കുക. എല്ലാ ദിവസവും കുറഞ്ഞത് സൃഷ്ടിസേവനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമെങ്കിലും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഗുലാം അഹമ്മദ് ഫാറൂഖ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ഞാൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാം. അള്ളാഹുവിനോടുള്ള ഉപ്പായുടെ സ്നേഹം അദ്ദേഹത്തിൻ്റെ നമസ്കാരങ്ങളിലൂടെയും സിക്ർ ഇലാഹിയിലൂടെയും പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമസ്കാരങ്ങൾ ഞാനും പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു വശത്തെ മൂലയിൽ ഇരുന്ന് എത്ര വിനയത്തോടും ഭക്തിയോടും കൂടിയാണ് അദ്ദേഹം നമസ്കരിച്ചിരുന്നത്. വീട്ടിലെ നമസ്കാരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ പുറത്തും നമസ്കാര സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് വേറെ തന്നെയായിരുന്നു. അത് വളരെ സ്വാഭാവികവും ലാളിത്യം നിറഞ്ഞതുമായൊരു ബന്ധമായിരുന്നു. അത് ആളുകളുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ അത് പ്രകടവുമായിരുന്നു. ആളുകൾ അത് ശ്രദ്ധിക്കുമായിരുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഞാൻ വാപ്പയുടെ നോട്ട് ബുക്ക് നോക്കുമ്പോൾ അതിലെല്ലാ ദിവസവും അള്ളാഹു എന്ന് എഴുതിയതായി കാണാം. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, അദ്ദേഹം പേനയിൽ മഷി നിറയ്ക്കുമ്പോഴൊക്കെ ആദ്യത്തെ വാക്ക് അള്ളാഹ് എന്ന് എഴുതുമായിരുന്നു.
അങ്ങനെ ചില പേജുകളിലും ഡയറികളിലും പല വരികളിൽ വെറും അള്ളാഹു എന്ന് മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അവസാന വർഷങ്ങളിൽ അദ്ദേഹം തൻ്റെ റൂമിൽ ഒരു വാചകം എഴുതിയിരുന്നു, ഏ മേര അല്ല തിയാമു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് ഇറ്റാലിയൻ ഭാഷയിലെ വാക്കമാണ്. തിയാമു എന്നാൽ ഐ ലവ് യു എന്നാണ് അർത്ഥം. അദ്ദേഹം അത് അള്ളാഹുവിനെ അഭിസംബോധന ചെയ്താണ് എഴുതിയത്. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിലുള്ള വരികളാണ്, എനിക്കെല്ലായ്പ്പോഴും ശാശ്വതമായി ലഭിക്കട്ടെ നിൻ്റെ ദർശനവും നിൻ്റെ ഭാഷണവും. രോഗാവസ്ഥയിൽ ഒരിക്കൽ അദ്ദേഹത്തിന് അപ്പൻഡിക്സ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അസ്സലാമു അലൈക്കും എന്ന ശബ്ദം കേട്ടു. അദ്ദേഹം സുഖം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ആരാധനയുടെയും നമസ്കാരങ്ങളുടെയും തത്വം അള്ളാഹുമായുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമായിരുന്നു. ഇവ രണ്ടും വേർതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും തഹജ്ജുദ് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ രീതി അദ്ദേഹം വിവരിച്ചു. അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുമായുള്ള ബന്ധത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നടത്തുക. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും തഹജ്ജുദിൽ എൻ്റെ പിതൃ സഹോദരൻ അതായത് ഹസ്രത്ത് ഡോക്ടർ സയ്യിദ് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എഴുതിയ തും എന്ന കവിതയിലെ വരികൾ ഞാൻ ചൊല്ലാറുണ്ട്. അതിൻ്റെ ആദ്യ വരി ഇതാണ്, ഹൃദയവേദനയുടെ ചികിത്സ നീയാണ്, എൻ്റെ ഹൃദയപ്രിയൻ നീയാണ്, നിൻ്റെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം നീയാണ്. തഹജ്ജുദ് നമസ്കാരത്തിലെ പ്രാർത്ഥനയുടെ രീതിയും അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അത് ഞാൻ സംക്ഷിപ്തമായി അവതരിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നു, അള്ളാഹുവിനെ സ്തുതിക്കലും ദുറൂദ് ഷരീഫിനു ശേഷം അത് മസീഹ് സ്വലാത്തു വസ്സലാമിനും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും ഖുലഫാക്കൾക്കും വേണ്ടി, അത് മുസ്ലിം മോദിനും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. പിന്നീട് അദ്ദേഹം തൻ്റെ പിതാമഹൻ ഹസ്രത്ത് മീർ നാസിർ നവാബ് സാഹിബിൽ നിന്ന് തുടങ്ങി താഴോട്ട് ഓരോ തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കും. സ്വന്തം മക്കളിൽ ആദ്യം മകൾക്കും പിന്നീട് ആൺമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മനുഷ്യരുള്ള കടമകൾ നിറവേറ്റാനുള്ള പ്രധാന മാർഗം പ്രാർത്ഥനയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഖിലാഫത്തിനുള്ള സ്നേഹം അദ്ദേഹത്തിൽ നിന്ന് പ്രകടമായിരുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം വലുത് അദ്ദേഹത്തിനകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരുന്നു. അതൊരു തരം പ്രണയമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരാൻ അദ്ദേഹം ശ്രമിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും അത് പ്രകടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു, 1-2 തവണ ഇങ്ങനെ സംഭവിച്ചു. അദ്ദേഹം പ്രയാസപ്പെട്ട നിലയിൽ കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ മറ്റൊരു കസേരയിൽ സുഖമായി ഇരിക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന് വേണ്ടി കസേര ഒഴിഞ്ഞു കൊടുത്തു. പക്ഷേ അദ്ദേഹം അതിലിരുന്നില്ല. കാരണം ഒരാളെ അവൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ മകനാണെങ്കിലും മറ്റൊരാളുടെ കസേരയിൽ കയറിയിരിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമാണ്. അതിനാൽ ഞാൻ ഇരിക്കില്ല. അതുപോലെ വഴിയിൽ പോകുമ്പോഴും വരുമ്പോഴും സലാം പറയുന്നതിൽ മുന്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം അസ്ർ നമസ്കാരത്തിന് ശേഷവും അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ആ സമയത്ത് ആരെങ്കിലും തന്നെ കാണാൻ വരുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികൾ പോലും ആ സമയത്ത് അദ്ദേഹത്തിന് അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിലും മരണദിനത്തിലും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനത്തിലും മരണദിനത്തിലും ധാരാളമായി ദുറൂദ് ഷരീഫ് ചൊല്ലാൻ അദ്ദേഹം ഊന്നി പറഞ്ഞ് ഉപദേശിക്കുകയും സ്വയം മിക്കപ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വാലി മുഹമ്മദ് എന്നിവ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാൻ ഖാദിയാനിൽ പോയപ്പോൾ ദാറുൽ മസീലെ എല്ലാ റൂമിലും അദ്ദേഹം എൻ്റെ മീർ സാഹിബിൻ്റെ ഭാഗത്തു നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലണമെന്നും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ മസാർ മുബാറക്കിലും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം എനിക്ക് എഴുതി നൽകുകയുണ്ടായി. 1990 മജ്ലിസ് ഷൂറയിൽ അഭിപ്രായം പറഞ്ഞതിന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു. 298C പ്രകാരമായിരുന്നു കേസ്. എന്നാൽ ജഡ്ജി അദ്ദേഹത്തോട് താങ്കളുടെ പ്രസംഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും അപമാനിച്ചു എന്ന് പറഞ്ഞു. ഇതിനെതിരെ അദ്ദേഹം ജഡ്ജിയുടെ മുന്നിൽ ശക്തമായി പ്രതികരിക്കുകയും തനിക്കതിൽ വലിയ വേദന ഉണ്ടായെന്ന് പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞു, മീർ മഹ്മൂദ് അഹമ്മദ് ചർച്ചയ്ക്കിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും കുറിച്ച് അവഹേളനപരമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന്. അതിന് മീർ മഹ്മൂദ് അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഇത് എന്നിൽ
ആരോപിക്കപ്പെട്ടതാണ്. ഇത് തികച്ചും കളവാണ്. ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും ഹൃദയാത്മന ആദരിക്കുകയും അവിടുത്തെ പ്രവാചകത്വത്തിൽ ഉറച്ച വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു സയ്യിദാണ്, അവരുടെ പരമ്പരയിൽ നിന്നുള്ളവനാണ്. കളവ് പറയുന്നവരിൽ ഞാൻ ലഅനത്ത് ചൊരിയുന്നു. ഇത് അദ്ദേഹം ജഡ്ജിയുടെ മുന്നിൽ ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവസാന രോഗാവസ്ഥയിൽ അദ്ദേഹം പ്രത്യേകിച്ചും പ്രാർത്ഥനകളിൽ ധാരാളമായി ദുറൂദ് ശരീഫ് ചൊല്ലുകയും ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസനാണ് എന്ന വാക്കുകൾ ആവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. ആദം മസീഹ് സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹപ്രകടനവും മാതൃകാപരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നു, 1989 റബ്വയിലെ ഡെയിലി അൽ ഫസൽ ജമാഅത്തിൻ്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സിൽസിലയിലെ മുതിർന്നവരുമായി അഭിമുഖം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഏറ്റവും വലിയ മോചിസത്ത് എന്നത് ജീവനുള്ള ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം പുനഃസ്ഥാപിച്ചു എന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. രോഗാവസ്ഥയിൽ കാദിയാനിൽ പോകാൻ ചിലപ്പോൾ സാധിച്ചിരുന്നില്ല. തയ്യാറെടുപ്പുകൾ നടക്കുകയും പരിപാടികൾ റദ്ദാക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവസാന സമയത്ത് കാദിയാനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ മസാറിൽ ഹാജരാകാൻ ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ ബുദ്ധിമുട്ടുകൾ സഹിച്ചും അദ്ദേഹം അങ്ങോട്ട് പോകുമായിരുന്നു. പഠനത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഖുർആൻ കരീം, ബുഖാരി, റുഹാനി, ഖസാൻ എന്നിവ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദിവസേനയുള്ള ജീവിതചര്യയായിരുന്നു. ഞങ്ങളെയും അദ്ദേഹം അത് ചെയ്യാൻ ഉപദേശിച്ചിരുന്നു. തന്നെ കാണാൻ വരുന്നവരോടും അദ്ദേഹം വായിക്കാൻ ഉപദേശിച്ചിരുന്നു. 1990 അദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായിരുന്നു. ഒരു രാത്രി ചെനിയോട്ടിലെ ലോക്കപ്പിൽ അദ്ദേഹം താമസിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നോട് ഒരു ബക്കറ്റും മഗ്ഗും ബറാഹിനെ അഹമ്മദിയെയും കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ മിയാൻ ഖുർഷിദ് അഹമ്മദ് സാഹിബ് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ചെറിയ ലോക്കപ്പിൽ, ഇത്രയും ചൂടിൽ, ഇത്രയും ബുദ്ധിമുട്ടുള്ള പുസ്തകം താങ്കൾ എങ്ങനെ വായിക്കും? അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, ഞാനിത് മുമ്പും 5 തവണ വായിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ചെറിയ സ്ഥലത്ത് ചൂടുള്ള ദിവസങ്ങളിൽ അദ്ദേഹം വലിയ ബുദ്ധിമുട്ടിലാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടിയത്. കാരണം അദ്ദേഹത്തിന് നല്ല സ്വഭാവവും ശുദ്ധിയും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ അവസരത്തിലും അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പുസ്തകം വായിക്കാനുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായി. മതപരമായ വിജ്ഞാനത്തിൽ ഇസ്ലാമിന് പുറമെ യഹൂദമതം, ക്രിസ്തുമതം തുടങ്ങിയവയെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. മതങ്ങളുടെ താരതമ്യ പഠനത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക വൈദഗ്ധ്യമുണ്ടായിരുന്നു. പരമ്പരാഗത ഫിഖിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഖുർആൻ കരീം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, സഹീ അഹാദീസ്, അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഖലീഫമാരുടെയും വൈജ്ഞാനിക സ്രോതസ്സിൽ നിന്ന് മാർഗനിർദ്ദേശം തേടണമെന്ന് അദ്ദേഹം എപ്പോഴും ഉപദേശിച്ചിരുന്നു. ലൗകിക വിജ്ഞാനം, പ്രത്യേകിച്ചും ശാസ്ത്രീയ വിജ്ഞാനം, ചരിത്ര പഠനം, അതുപോലെ വിനോദത്തിനായി ഹൈക്കിംഗ് സംബന്ധമായ പുസ്തകങ്ങൾ എന്നിവ അദ്ദേഹം ധാരാളമായി പാരായണം ചെയ്തിരുന്നു. ഇംഗ്ലീഷ് കവികളുടെ കവിതകളും അതുപോലെ ഉറുദു കവികളുടെ കവിതകളും അദ്ദേഹം വായിച്ചിട്ടുണ്ട്. നിരവധി കവികളുടെ കവിതകൾ അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. തൻ്റെ ഐപാഡിൽ അദ്ദേഹം കവികളുടെ കവിതകൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഭാഷകൾ പഠിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഉറുദു, അറബി, ഇംഗ്ലീഷ് എന്നിവ കൂടാതെ സ്പാനിഷ്, ഇറ്റാലിയൻ, ഹീബ്രു ഭാഷകളിലും അദ്ദേഹത്തിന് നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. ഇറ്റാലിയൻ പരിപാടികൾ അദ്ദേഹം TV-യിലും ഐപാഡിലും പതിവായി കാണുമായിരുന്നു. അതിനുള്ള കാരണം അത് മുസ്ലിമോദിലെ തലാൻഹു ഒരു കാലത്ത് അദ്ദേഹത്തോട് ഇറ്റാലിയൻ ഭാഷ പഠിക്കാൻ പറയുകയും അദ്ദേഹത്തെ ഇറ്റലിയിലേക്ക് അയക്കാൻ ഉദ്ദേശമുണ്ടെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഭാഷ പഠിക്കൂ എന്ന്. ഞാൻ പഠിക്കുകയാണ്. ആ കൽപ്പന അദ്ദേഹം റദ്ദാക്കിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും നിലനിൽക്കുന്നു. അതിനാൽ ഞാൻ അത് തുടരുന്നതാണ്. സാമ്പത്തിക ത്യാഗങ്ങൾ അദ്ദേഹം വലിയ ഉത്സാഹത്തോടെ ചെയ്യുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് പാരമ്പര്യമായി ലഭിച്ച സ്വത്തിൻ്റെ ഹിസ്സ ജായിദാദ് ഉടൻ തന്നെ അദ്ദേഹം നൽകുകയുണ്ടായി. ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ മുബഷിർ അയാസ് സാഹിബ് എഴുതുന്നു, മീർ സാഹിബ് വളരെ നിഷ്കളങ്കവും പുണ്യകരവുമായ ജീവിതം നയിച്ചു. അത്യധികം ശുദ്ധനും എന്നാൽ വിനയനും താഴ്മയുള്ളവനുമായിരുന്നു.
ലളിത ജീവിതത്തിൻ്റെയും തവക്കുലിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഒരു സമുദ്രമായിരുന്നു അദ്ദേഹം. വലിയ പണ്ഡിതനായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ശരിയാണ്. അദ്ദേഹം ഒരു മുഫസ്സിറും മുഹദ്ദിസും ആയിരുന്നു. ഖുർആൻ കരീമിൻ്റെ തർജ്ജമയോടൊപ്പം സമ്പൂർണ്ണ സിയാസിത്തയുടെ ഉറുദു തർജ്ജമ നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച അഹമ്മദിയ ജമാഅത്തിലെ ആദ്യത്തെ ഭാഗ്യവാനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. മീർ സാഹിബിൻ്റെ ജീവിതം ആകെ കൂടി ജോലി മാത്രമെന്നതായിരുന്നു. അവധി എന്ന വാക്ക് മീർ സാഹിബിൻ്റെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. ഖിലാഫത്തിൻ്റെ പ്രതിരൂപമായിരുന്നു മീർ സാഹിബ് എന്നതിൽ സംശയമില്ല. ഖിലാഫത്തിനനുസരിച്ചും സ്നേഹിച്ചും അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തരികയും മനസ്സിലാക്കി തരികയും ചെയ്തു. ഖിലാഫത്തിനെ ബഹുമാനിക്കുക എന്നാൽ ഇതാണെന്ന് അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു. ഒരിക്കൽ അദ്ദേഹം രോഗിയായിരുന്നിട്ടും സൈക്കിളിൽ കൃത്യസമയത്ത് പോകുമായിരുന്നു. 7:20 ജാമ്യ തുടങ്ങുമ്പോൾ 7:20 തന്നെ അദ്ദേഹം അവിടെ എത്തുമായിരുന്നു. 2-3 തവണ സൈക്കിളിൽ നിന്ന് വീണു. അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് 10 മണി വരെ കാത്തിരിക്കാനും 10 മണിക്ക് ജാമ്യയിലേക്ക് പോകാനും ഞാൻ പറഞ്ഞു. അതും അദ്ദേഹം ഒരു കൽപ്പനയായി കണക്കാക്കി. പിന്നീട് 10 മണിക്കാണ് അദ്ദേഹം ഓഫീസിൽ പോയിരുന്നത്. ഒരു ദിവസം മുബഷിർ സാഹിബ് എഴുതി, അദ്ദേഹം 10 മണിക്ക് മുമ്പേ പുറത്ത് വരാന്തയിൽ നടക്കുകയായിരുന്നു. ഞാൻ കുറച്ചു നേരം അദ്ദേഹത്തെ കാത്തിരുന്നു. പിന്നീട് പോയി ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് പുറത്തിങ്ങനെ നടക്കുന്നത്, അകത്തേക്ക് വരാത്തത്? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 10 മണി ആയിട്ടില്ല. ഖലീഫ ഭക്തിൻ്റെ കൽപ്പന 10 മണിക്കാണ് ഓഫീസിൽ പോകേണ്ടതെന്നാണ്. അതിനാൽ ഞാൻ 10 മണിക്ക് ഓഫീസിൽ പോകും. അദ്ദേഹത്തിൻ്റെത് ഒരു മാതൃകാപരമായ അനുസരണമായിരുന്നു. അദ്ദേഹം ആളുകൾക്കൊരു മാതൃകയായിരുന്നു. ഉദ്യോഗസ്ഥർക്കും കീഴുദ്യോഗസ്ഥർക്കും ഒരുപോലെ മാതൃകയായിരുന്നു. ഖാദിയാനിലെ മിഷണറി തൻവീർ നാസിർ സാഹിബ് പറയുന്നു, അദ്ദേഹത്തെക്കുറിച്ച് എനിക്കെപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അതെപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം ഞാൻ ഖാദിയാനിലെ മസ്ജിദ് മുബാറക്കിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മീർ സാഹിബ് പള്ളിയുടെ ആദ്യത്തെ സൊഫിൽ നടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നടത്തവും പ്രാർത്ഥനയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് വളരെ ആസ്വദിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധൈര്യം സംഭരിച്ച് ഞാൻ മുന്നോട്ട് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് പള്ളിയുടെ ആദ്യ സഫിൽ നടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അത് മുസ്ലിം തലാനുഹുവിനെ ഈ സ്ഥലത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തിൻ്റെ പാതയെ പിന്തുടരുകയാണ്. അത് മുസ്ലിമോദിനോട് അദ്ദേഹത്തിന് അപാരമായ സ്നേഹമായിരുന്നു. ഫിറോസ് ആലം സാഹിബ് എഴുതുന്നു, ഞാൻ ജാമ്യയിൽ 2ാം വർഷമോ 3ാം വർഷമോ പഠിക്കുമ്പോഴാണ് അദ്ദേഹം പ്രിൻസിപ്പളായി വന്നത്. അത് ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസത്തെക്കാളേറെ തൻ്റെ മാതൃകാപരമായ വ്യക്തിത്വത്തിലൂടെ അറിവ് പ്രവർത്തികളിൽ പ്രതിഫലിപ്പിക്കുന്ന നിലയിൽ ഞങ്ങളെ പരിശീലിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദർസുകളും മറ്റും എനിക്ക് സാധ്യമാകുന്നിടത്തോളം ഞാൻ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് മതതാരതമ്യ പഠനം എന്ന വിഷയമാണ് പഠിപ്പിച്ചിരുന്നത്. മിക്കപ്പോഴും മസീഹ് സ്വലാത്തു വസ്സലാം തൻ്റെ രചനകളിൽ അവതരിപ്പിച്ച വാദങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് എഴുതി നൽകുകയും അത് വിശദീകരിക്കുകയും ചെയ്യുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ അത് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മൂജിസത്തുകളെക്കുറിച്ച് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ചോദ്യരൂപേണ അദ്ദേഹം ചോദിച്ചു, ഇന്നും മൂജിസത്തുകൾ സംഭവിക്കാറുണ്ടോ? പിന്നീട് അദ്ദേഹം തൻ്റെ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി. ഒരിക്കൽ ജൽസാസാലയുടെ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിക്കിടയിൽ ഭക്ഷണം വളരെ കുറവായിരുന്നു. പെട്ടെന്ന് ധാരാളം അതിഥികൾ വന്നു. ഉണ്ടായിരുന്ന ഭക്ഷണം അദ്ദേഹം വിതരണം ചെയ്യാൻ തുടങ്ങി. അള്ളാഹു അനുഗ്രഹം നൽകി. എല്ലാവരും കഴിച്ചു. ഒരു കുറവും അനുഭവപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ പൗത്രൻ അസീസം ഹാഷിർ അഹമ്മദ് മിഷണറിയാണ്. അദ്ദേഹം എഴുതുന്നു, അള്ളാഹുവിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വാധീനം അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ അവശേഷിപ്പിച്ചു. മുതിർന്നവരിലും ചെറിയവരിലും അദ്ദേഹം പതിവായി തഹജ്ജുദ് അനുഷ്ഠിച്ചിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു മിഷണറി ആയിരിക്കുന്നു. അദ്ദേഹവും തൻ്റെ പിതാമഹൻ്റെ പാത പിന്തുടരാൻ ശ്രമിക്കണം. ഖുർആനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം എങ്ങനെയുള്ളതായിരുന്നുവെന്നാൽ അങ്ങനെയൊരു പ്രണയം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഫജറിന് ശേഷം അദ്ദേഹം ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഫജറിനു വേണ്ടി അദ്ദേഹം എന്നെ ഉണർത്തുകയും പിന്നീട് ദീർഘനേരം ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടിയാണ് ഖുർആൻ ഓതിയിരുന്നത്. എനിക്കതിൻ്റെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഞാൻ കാനഡയിലെ ജാമ്യയിൽ പ്രവേശിച്ചപ്പോഴും അദ്ദേഹം ചോദിക്കുമായിരുന്നു,
ഖുർആൻ തർജ്ജമയും വ്യാഖ്യാനവും വെവ്വേറെയാണ് പഠിപ്പിക്കുന്നത്, അതോ ഒരുമിച്ചാണോ എന്ന്. ഞാൻ അദ്ദേഹത്തോട് വെവ്വേറെയാണെന്ന് പറഞ്ഞു. അതിൽ അദ്ദേഹം സന്തോഷവാനായിരുന്നു. അങ്ങനെയാണ് വേണ്ടത്. ആളുകൾക്ക് തഫ്സീർ അറിയാം, പക്ഷെ തർജ്ജമ അറിയില്ല. അത് മസീഹ് സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. റൂഹാനി ഖസാനിൽ അനുരക്തനായിരുന്നു അദ്ദേഹം. പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് അഖ്ദസ് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ പലതവണ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഓരോ തവണയും പുതിയ വിഷയങ്ങൾ പുറത്തു വരുന്നു. റുഹാനി ഖസാൻ വായിച്ചാൽ ഖുർആൻ, ഹദീസ്, സിറത്ത് എന്നിവയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഇത് അദ്ദേഹം ഒരിക്കൽ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എല്ലാ പുസ്തകങ്ങളും കുറഞ്ഞത് 3 തവണയെങ്കിലും വായിച്ചിട്ടുണ്ട്. ചില ഗ്രന്ഥങ്ങൾ 3-ൽ കൂടുതൽ തവണയും വായിച്ചിട്ടുണ്ട്. പക്ഷേ വിനയത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു അദ്ദേഹം. ഒരിക്കലും തൻ്റെ അറിവ് പ്രകടിപ്പിച്ചിരുന്നില്ല. ഖുതുബ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ വീട്ടിൽ വൈദ്യുതി തടസ്സപ്പെട്ടു. റബ്ബയിൽ കറണ്ട് പതിവായി തടസ്സപ്പെടാറുണ്ട് പാകിസ്ഥാനിൽ. TV ഓഫായി. ഞാൻ ചെറുപ്പമായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇരിക്കെ, എപ്പോഴാണ് വൈദ്യുതി വരുന്നത് എന്ന് നിനക്കെന്തറിയാം? ഖലീഫ വക്തിൻ്റെ ഖുതുബ വീണ്ടും തുടങ്ങിയാൽ അത്രയും വാക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാക്കും. അത് സഹിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. ഇരിക്കൂ, ദുആ ചെയ്തുകൊണ്ടിരിക്കുക, പോകാൻ അനുവാദമില്ല, അതിനും വലിയ ബർക്കത്തുണ്ട്. ഒരിക്കലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ വിവരം ലഭിച്ചില്ല, കേൾക്കാൻ കഴിഞ്ഞില്ല. MT വെച്ചപ്പോൾ അത് കഴിഞ്ഞു പോയിരുന്നു. ഒരു ഖാദിമിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഐപാഡിൽ വെക്കാൻ ശ്രമിച്ചു. അതിൽ മറ്റൊരു ഭാഷയിലായിരുന്നു വന്നിരുന്നത്, പക്ഷെ അതും അദ്ദേഹം കേട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉറുദുവിൽ വെച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായി, വളരെ നന്ദി പ്രകടിപ്പിച്ചു. നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തു, എനിക്ക് വലിയ ഉപകാരം ചെയ്തു എന്ന പ്രതീതിയായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത്. കുട്ടികളോട് പോലും അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. ആമിർ സഫീർ സാഹിബ്, എഡിറ്റർ റിവ്യൂ ഓഫ് റിലിജൻസ്, പറയുന്നു, ഖിലാഫത്തിനോടുള്ള അസാധാരണമായ ഒരു അനുസരണത്തിൻ്റെ മാതൃക അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ ഈ വിഭാഗത്തിൽ വന്നപ്പോൾ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെയാണ് ആമിർ സാഹിബിനോട് പറഞ്ഞത്, നിങ്ങൾ പണ്ഡിതന്മാരുടെ റിവ്യൂവിന് വേണ്ടി ലേഖനങ്ങൾ എഴുതാൻ പറയണമെന്ന്. ഞാൻ കുറച്ച് പണ്ഡിതന്മാരുടെ പേരുകൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽ മീർ മുഹമ്മദ് അഹമ്മദ് സാഹിബിൻ്റെ പേരും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു. അപ്പോൾ രാത്രി 10-11 മണിയായിരുന്നിരിക്കണം. അദ്ദേഹം ഉറങ്ങുകയായിരിക്കുമോ ആവോ എന്ന് ഞാൻ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞുവല്ല എന്ന്. അദ്ദേഹം പറയുന്നു, ഞാൻ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എടുത്തത്. ഞാൻ അവരോട് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയാണ്. എന്നാൽ ആ സമയത്ത് മീർ സാഹിബിൻ്റെ കണ്ണു തുറന്നു. ഫോണിൻ്റെ മണിയടി കേട്ടോ സംസാരം കേട്ടോ അദ്ദേഹം ഉണർന്നു. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഖലീഫത്തുൽ മസീഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ റിവ്യൂവിന് വേണ്ടി ഇന്ന വിഷയത്തിൽ എഴുതണമെന്ന്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല, രാവിലെ പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും അടുത്ത ദിവസം മീർ സാഹിബ് 15 പേജുള്ള ഒരു ലേഖനം എഴുതി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാനത് ആമിർ സഫീർ സാഹിബിന് അയച്ചു കൊടുത്തു. ഇത് അദ്ദേഹത്തിൽ നിന്ന് വന്ന ലേഖനമാണ്. മീർ സാഹിബ് എഴുതിയിരിക്കുന്നു, രാത്രി ഒരു കുട്ടിയുടെ ഫോൺ വന്നിരുന്നു. അവൻ ഈ കാര്യം പറഞ്ഞു, ഖലീഫത്തുൽ മസീഹിൻ്റെ ഈ നിർദ്ദേശമാണ്, നിങ്ങൾ ഈ ലേഖനം എഴുതണമെന്ന്. അപ്പോൾ ഞാൻ ഇത് എഴുതി. ആദ്യത്തെ ഗഡു 15 പേജ് അയക്കുകയാണ്, ബാക്കിയുള്ളവ പിന്നീട് അയക്കാം. അത്രത്തോളം അനുസരണയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. സമയം പാലിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 10 മണിയാകാതെ ഓഫീസിനകത്ത് വരില്ലായിരുന്നു. പിന്നെ മസീഹിൻ്റെ തിരുശീലയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നടക്കുന്ന എക്സിബിഷനിലും ജൽസയിലും എല്ലാ വർഷവും അദ്ദേഹം പങ്കെടുക്കുമായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ആമിർ സഫീർ എഴുതിയിട്ടുണ്ട്, മതപ്രബോധകർ ഏതെങ്കിലും വിജ്ഞാനപരമായ വിഷയത്തിൽ പഠനം നടത്തുമ്പോൾ യഥാർത്ഥ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വിട്ട് ലൗകികമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രീതി എന്നത് ആദ്യം അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ എഴുത്തുകളും നിലപാടുകളും പൂർണ്ണമായി മനസ്സിലാക്കുകയും പിന്നീട് ജമാഅത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു.
അല്ലാതെ നേരെ തിരിച്ചായിരുന്നില്ല. അദ്ദേഹം പറയുന്നു, ലോകത്തിലെ വലിയ വലിയ തിരുശീലയുടെ ഗവേഷണത്തിൽ വിദഗ്ധരായുടെ മുന്നിൽ പോലും മീർ സാഹിബ് അഹ്മദ് മസീമദ് സ്വലാത്തു വസ്സലാമിൻ്റെ വിശ്വാസം വളരെ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാം കുരിശിനെ അതിജീവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവം വിവരിക്കുന്നു. റിവ്യൂ ഓഫ് റിലീജിയൻസിൻ്റെ ടീം കുറേ കാലമായി ഈ വിഷയത്തിൽ ഗവേഷണം നടത്തുകയായിരുന്നു. റിവ്യൂ ഓഫ് റിലീജിയൻസിൻ്റെ ടീം ഈ വിഷയത്തിൽ വിവിധ കോണുകളിലൂടെ വശങ്ങളിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. തുരശീലയെക്കുറിച്ചുള്ള ശാസ്ത്രീയവും ചരിത്രപരവും സൈദ്ധാന്തികവുമായ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ച് ജമാഅത്തിൻ്റെ നിലപാടിന് ശക്തി നൽകുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇതിന് വിപരീതമായി മീർ സാഹിബിൻ്റെ യുക്തിപരമായ നീക്കം വ്യത്യസ്തമായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാം മർഹമെ ഈസായിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ പോയിന്റുകൾ അടിസ്ഥാനമാക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളെ അനുബന്ധമായി മാത്രം പരിഗണിക്കുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം ഇതിൽ ആവർത്തിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് മർഹമെ ഈസയാണ് കുരിശമ്പം മനസ്സിലാക്കാനുള്ള താക്കോൽ എന്ന് അദ്ദേഹം വാദിച്ചു. റിവ്യൂ ടീമിൻ്റെ ശ്രമങ്ങൾ കാരണം ജമാഅത്തിൻ്റെ ധാർമ്മികമായ പ്രതിച്ഛായ ശക്തിപ്പെടുകയും വിദഗ്ധരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും എന്നാൽ വിജ്ഞാനപരമായ തലത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മീർ സാഹിബിൻ്റെ സമീപനം ഒടുവിൽ ഫലം കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. അന്നത്തെ തിരുശൂലയുടെ ഏറ്റവും പ്രശസ്തനായ വിദഗ്ധനും ഫോട്ടോഗ്രാഫറുമായ ബാരിഷ് റാഡ്സ് തന്നെ സമ്മതിക്കുകയുണ്ടായി, നിങ്ങൾ ശരിക്കും മർഹമെ ഈസായെക്കുറിച്ചുള്ള നിങ്ങളുടെ വാദം തെളിയിക്കുകയാണെങ്കിൽ ഈസാ ശരിക്കും കുരിശിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വരുമെന്ന്. അദ്ദേഹത്തിൻ്റെ ധാരാളം സംഭവങ്ങൾ ആളുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മിഷണറിമാരുടെയും അനുഭവങ്ങൾ വിവരിക്കാൻ പ്രയാസമാണ്. എല്ലാ മിഷണറിമാരും എഴുതിയൊരു കാര്യമുണ്ട്. എല്ലാവരും എഴുതിയില്ലെങ്കിലും പൊതുവായി കേൾക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ഖബർ എന്ന വാക്കിനെ മുറുകെ പിടിക്കുക, അതിൽ പ്രവർത്തിക്കുക. ഖബർ എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം വിശദീകരിക്കുമായിരുന്നു, ഖാഫ് എന്നാൽ ഖുർആൻ, ബ എന്നാൽ ബുഖാരി ഹദീസിൻ്റെ ഗ്രന്ഥം, റാ എന്നാൽ റോഹാനി ഖസായൻ. അദ്ദേഹം പറയുമായിരുന്നു, നിങ്ങൾ ഈ കാര്യങ്ങളിൽ വിദഗ്ധരാവുകയും അവ നേടുകയും അവ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്താൽ, അവയിൽ നിന്ന് അറിവ് നേടാൻ ശ്രമിക്കുകയും അവയിൽ നിന്ന് ആത്മീയത നേടാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതായിരിക്കും. ഖബർ എന്ന വാക്ക് തന്നെ അങ്ങനെയുള്ളതാണല്ലോ. അത് ഓർമ്മയിൽ വെച്ചാൽ ദൈവത്തെ ഓർമ്മ വരുന്നതാണ്. ദൈവം ഓർമ്മയിൽ വരുമ്പോൾ ഒരു വ്യക്തി തഖ്വയിൽ നടക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഏതായാലും ഖിലാഫത്തിൻ്റെ വലിയ സഹായിയും തുണയും വിശ്വസ്തനും ഓരോ വാക്കും അനുസരിക്കുന്നവനും വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം. വളരെ വിരളമായി മാത്രം കാണാൻ കിട്ടുന്ന സുൽത്താൻ നസീറായിരുന്നു അദ്ദേഹം. ജ്ഞാനിയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായി. എനിക്ക് അദ്ദേഹത്തെ പോലൊരു ഉദാഹരണം ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഖജനാവിൽ യാതൊരു കുറവുമില്ലല്ലോ. അത്തരം ഉദാഹരണങ്ങൾ ഇനിയും ഉണ്ടാകുമാറാകട്ടെ. വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരും തഖ്വയിൽ നടക്കുന്നവരുമായ സഹായികൾ അള്ളാഹു അമിത ഖിലാഫത്ത് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അവരുടെ പിതാവിൻ്റെ പ്രാർത്ഥനകളുടെ ഫലം ലഭിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഉപദേശങ്ങളെയും അനുധാവനം ചെയ്യാൻ അവർക്ക് തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. മറ്റൊരു അനുസ്മരണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ തടവിൽ മരണപ്പെട്ട ഒരു അഹമ്മദിയെക്കുറിച്ചാണ്. ഡോക്ടർ താഹിർ മഹമ്മൂദ് സാഹിബ് കറാച്ചിക്കാരനായിരുന്നു. ഇബ്നു ഗുലാം റസൂൽ സാഹിബ് സാഹിബിൻ്റെ മകനാണ്. ഇന്നാലില്ലാഹി റാജിഊൻ. മരണസമയത്ത് അദ്ദേഹത്തിന് 70 വയസ്സായിരുന്നു. വിശദാംശങ്ങൾ അനുസരിച്ച് മർഹൂം താഹിർ മഹമ്മൂദ് സാഹിബ് പ്രസിഡന്റ് ഹൽക്ക മെലീർ കോളനി കറാച്ചി മറ്റ് 2 സുഹൃത്തുക്കളായ ഇജാസ് ഹുസൈൻ സാഹിബ്, അയാസ് ഹുസൈൻ സാഹിബ് എന്നിവരോടൊപ്പം
മലീർ കോളനി കറാച്ചിയിൽ അവരുടെ പള്ളിയുടെ നിർമ്മാണത്തിൻ്റെയും അവിടെ ജുമാ നമസ്കരിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് പോലീസ് അവരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആദ്യം അറസ്റ്റിന് മുമ്പ് ജാമ്യം എടുത്തിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജാമ്യത്തിനായി കോടതിയിൽ ഹാജരായ സമയത്ത് എതിരാളികളുടെ കൂട്ടവും അഭിഭാഷകരും അദ്ദേഹത്തെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ഗുരുതരമായ ഭീഷണികൾ നൽകുകയും ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ജനക്കൂട്ടത്തോട് അദ്ദേഹത്തെ വെടിവെക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലും അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖുലഫാക്കുമെതിരെ മോശമായി സംസാരിക്കാൻ നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം ഉറച്ചു നിന്നു, സ്ഥിരത കാണിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലേക്ക് മാറ്റി. അദ്ദേഹം 2 മാസത്തോളം ജയിലിൽ കഴിഞ്ഞു. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വൃക്കയിൽ അണുബാധ കാരണം ജയിലിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മോശമായി. പിന്നീട് അദ്ദേഹത്തെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഫാത്ത് സമയത്തും ആശുപത്രിയിൽ അദ്ദേഹത്തെ വിലങ്ങുകൾ വെച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ കയ്യാമം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം മർദ്ദനം മൂലമാകാം. അദ്ദേഹത്തിന് ആന്തരിക ക്ഷതങ്ങൾ സംഭവിച്ചിരിക്കാം. അതും മരണകാരണമായിരിക്കാം. ഈ സാഹചര്യത്തിൽ തടവറയുടെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം സഹിച്ചു. മർദ്ദനമേറ്റു. കോടതിയുടെ മുന്നിൽ പോലും മർദ്ദനമേറ്റു. ഈ തെളിവുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഷഹാദത്തിൻ്റെ സ്ഥാനം ലഭിക്കുകയും അദ്ദേഹം ഷഹീദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യും. അദ്ദേഹം വസിയത്ത് വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരുന്നു. കൂടാതെ സദർ സെക്രട്ടറി, ദഅവത്തെ ഇലല്ലാഹ് തുടങ്ങിയ നിരവധി പോഷക സംഘടനകളിൽ സേവനം ചെയ്യാനുള്ള അവസരവും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ഹക്കീം അഹമ്മദ് ബിൻ സാഹിബിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് വരുന്നത്. അദ്ദേഹം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബി മൗലവി ഇമാം ദിൻ സാഹിബ് മുഖേന 1920കളിൽ ഖിലാഫത്തെ സാനിയയുടെ കാലഘട്ടത്തിൽ ബൈഅത്ത് ചെയ്ത അഹമ്മദിയത്തിൽ ചേർന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിതാവും അഹമ്മദിയത്ത് സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുകയും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. നിരവധി പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുത്തു. ജയിലിൽ പോലും സഹതടവുകാരെ സഹായിച്ചു. ജയിലിൽ സന്ദർശന വേളയിൽ അദ്ദേഹത്തോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, എന്ത് ബുദ്ധിമുട്ട്? ഞാനിവിടെ വന്നത് ദീനിനു വേണ്ടിയാണ്. എനിക്കിവിടെ തബ്ലീഗ് നടത്താൻ അവസരം ലഭിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം നിർഭയനായി പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു. താഹിർ മഹമ്മൂദ് സാഹിബിനെതിരെ 1986 ജനുവരി 17 മലീർ കോളനി കറാച്ചി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഒരു പരാതിക്കാരൻ പറഞ്ഞത് എൻ്റെ ഇളയ സഹോദരൻ അദ്ദേഹം ബയ്യത്ത് ചെയ്യിച്ചു എന്നാണ് കേസ്. അപ്പോഴും അദ്ദേഹം തടവിലായിരുന്നു. ഇത് അദ്ദേഹത്തിന് ലഭിച്ച 2ാമത്തെ തടവറയുടെ ബഹുമതിയായിരുന്നു. അദ്ദേഹത്തിന് എതിർപ്പും നേരിടേണ്ടി വന്നു. 3 തവണ അദ്ദേഹത്തെ ആക്രമിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം തൻ്റെ കാര്യം ദൈവത്തിന് ഏൽപ്പിക്കുകയായിരുന്നു. ഒരു ആക്രമണകാരി അള്ളാഹുവിൻ്റെ പിടിയിലകപ്പെട്ടതായി അദ്ദേഹം സ്വപ്നം കാണുകയുണ്ടായി. അതിനുശേഷം ശത്രുത പുലർത്തിയിരുന്ന ആ വ്യക്തി ഏതോ വഴക്കിൽപ്പെട്ട് കൊല്ലപ്പെട്ടു. ഈ സാഹചര്യത്തിൽ മറ്റു 2 പേർ മർഹൂമിൻ്റെ വീട്ടിൽ വന്ന് തങ്ങളുടെ പ്രവൃത്തിക്ക് മാപ്പ് ചോദിച്ചു. അദ്ദേഹം ഉടൻ തന്നെ അവരോട് ക്ഷമിച്ചു. ഒരു കേസും ഫയൽ ചെയ്തില്ല. മർഹൂമിൻ്റെ ഭാര്യ പറയുന്നു, ഞങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം മാതൃകാപരമായിരുന്നു. അദ്ദേഹം ജമാഅത്തിന് വേണ്ടി വഖഫ് ആയിരുന്നു. രാത്രി തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പരാതി പറഞ്ഞിരുന്നില്ല, തടഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ പൂർണ്ണമായ സമാധാനമുണ്ടായിരുന്നു, തൃപ്തി ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഈ പ്രവൃത്തി കാരണം അള്ളാഹു അദൃശ്യമാർഗങ്ങളിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഒരാൾ വഖഫ് ജിന്ദഗി മറബി സിൽസില കൂടിയാണ്. അദ്ദേഹം എഴുതുന്നു, 1980കളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടവിലാകാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. അന്ന് പോലീസ് അദ്ദേഹത്തെ വളരെയധികം മർദ്ദിച്ചിരുന്നു.
അപ്പോൾ ആരെങ്കിലും മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞ് ഇനി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ വികാരഭരിതനായി പറയുമായിരുന്നു, ഞാനിപ്പോൾ പോലീസിൻ്റെ അടി വാങ്ങി, അതിനാൽ എനിക്കിനി ഒരു ഭയവുമില്ല, ഇപ്പോൾ ഞാൻ ധൈര്യത്തോടെ ദഅവത്തെ ഇലല്ലാഹ് നടത്തും. സംതപ്ത കുടുംബങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുബശ്ശിറ സാഹിബയെ കൂടാതെ ഒരു മകളും 3 ആൺമക്കളുമാണുള്ളത്. മകൻ മുനീബ് മഹ്മൂദ് സാഹിബ് മൊറബി സിൽസിലയാണ്, പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിൽ തന്നെയാണ്. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്ത് നൽകുകയും അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരുന്ന തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. നമസ്കാരത്തിന് ശേഷം ജനാസ നമസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.